ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജായ ലൗട്ടർബ്രുണ്ണൻ വില്ലേജിലാണ്. ഈ ലൗട്ടർബ്രുണ്ണൻ വില്ലേജിനെ അറിയപ്പെടുന്നത് വാലി ഓഫ് 72 വാട്ടർഫോൾസ് എന്നാണ്. അതെ, 72 വെള്ളച്ചാട്ടങ്ങളാണ് ഈ ലൗട്ടർബ്രുണ്ണൻ എന്ന് പറയുന്ന ഒറ്റ വാലിയിലുള്ളത്. സഞ്ചാരികളുടെയൊക്കെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്. ഒരു പക്ഷേ ഞങ്ങൾ കണ്ടതിൽ വെച്ചും ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്താലും ഞങ്ങൾ കണ്ടതിൽ വെച്ചും ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഞങ്ങൾക്ക് തോന്നിയ ഒരു സ്ഥലമാണ് ലൗട്ടർബ്രുണ്ണൻ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലൗട്ടർബ്രുണ്ണൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ കാറ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ലൗട്ടർബ്രുൺ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ട് താഴെയുള്ള ഈ പാർക്കിംഗ് സ്പേസിലാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഇങ്ങനെ പാർക്കിങ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് നല്ല ക്ലൈമറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഏകദേശം രാവിലെ തന്നെ എല്ലാ പുറത്തുള്ള പാർക്കിംഗ് പ്ലേസസും കംപ്ലീറ്റ്ലി പാക്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാർക്കിംഗ് പ്ലേസൊക്കെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും നേരത്തെ വരുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മളിപ്പോൾ നമ്മളുടെ ഫ്രെയിമിൽ കാണുന്ന ആ ഭാഗങ്ങളാണ് ലൗട്ടർബ്രുണ്ണൻ വാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളും. നമുക്ക് നോക്കിയാൽ കാണാം, അവിടെ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. അതാണ് ഇവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം. കാരണം അത് ഈ വില്ലേജിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടവും കാണാൻ ഭയങ്കര ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. ആ കാണുന്ന വീടുകളൊക്കെയാണ് ലൗട്ടർബ്രുണ്ണൻ വാലി, ആ വില്ലേജിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഹോട്ടലുകളും ഷോപ്പുകളും വീടുകളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെയാണ് ലൗട്ടർബ്രുണ്ണൻ വാലിയുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ലൗട്ടർബ്രുണ്ണൻ റെയിൽവേ സ്റ്റേഷനുള്ള അവിടെ ഒരു ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഈ ലൗട്ടർബ്രുണ്ണിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള കേബിൾ കാർ സർവീസ്. നമ്മളിപ്പോൾ ആ ലൗട്ടർബ്രുണ്ണൻ ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ നടക്കുന്ന വഴിയിലൂടെ കാണുന്ന കാഴ്ചകളാണിത്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് ഈ മൗണ്ടനിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 72 വെള്ളച്ചാട്ടങ്ങളുടെ താഴ്വരാന്ന്. ഉണ്ടോ ഈ വെള്ളച്ചാട്ടം ഇതിൽ കൂടെ ഒക്കെ ഇതേ കണ്ടോ, പല വെള്ളച്ചാട്ടങ്ങളും ഇതേപോലെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ നടക്കുന്ന പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. നമ്മൾ അവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വില്ലേജിൻ്റെ അങ്ങ്, അതായത് വില്ലേജിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതേപോലെ റെയിൽവേ ട്രാക്കുകളുണ്ട്. അപ്പോൾ എപ്പോഴും ഇതേപോലെ ഓരോ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന ടൗണിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ തൊട്ട് കുറച്ച് സൈഡിൽ തന്നെയാണ് ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നത്. ഈ വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് തന്നെ ഒരു ഹെവനാണല്ലോ ഇവിടെ. അതായത് നമുക്കിവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇവിടെ തന്നെ താമസിക്കണം നമുക്ക് തോന്നിപ്പോവും.
എത്ര ഭംഗിയുള്ള സ്ഥലമാണ് ഇത്. ഇവിടെ നിമ്പേട്ടൻ വെള്ളം കുടിക്കാനായിട്ട് ദാഹിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതേപോലെ വെള്ളം. അയ്യോ, എന്താ പറ്റിയേ? അയ്യോ, ഭയങ്കര തണുപ്പാന്ന് തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇടവിട്ട് നമ്മൾ കുറച്ച് നടക്കുമ്പോൾ ഇതേപോലത്തെ വെള്ളം ഇങ്ങനെ വച്ചിരിക്കുന്നത് കാണാം. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. ടൂറിസ്റ്റുകൾക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും വെള്ളം വേണമെന്ന് വെച്ചാൽ നമുക്ക് കുപ്പിയിൽ എടുക്കുകയും ചെയ്യാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിൽ കൂടെ പോയപ്പോൾ, അതായത് ഇവിടുത്തെ വ്യൂ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ ഒരു വല്യമ്മയുണ്ട്, ഒരു മുത്തശ്ശി. ആ മുത്തശ്ശി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്തോ കുഴപ്പമില്ല, കാരണം ഞങ്ങൾക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ കിട്ടിയില്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്തോളാൻ. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുക, അങ്ങനെ കുറേ നേരം ആ മുത്തശ്ശിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ആ മുത്തശ്ശിയുടെ അടുത്ത് ഞങ്ങൾ പറയുമായിരുന്നു എത്ര ഭംഗിയുള്ള സ്ഥലമാണിതിവിടെ, ഒരു ഹെവൻ പോലത്തെ സ്ഥലം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ, ശരിക്കും നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുമായിരുന്നു ഈ മുത്തശ്ശിയൊക്കെ എന്നും രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമാണല്ലേ കാണുന്ന കാഴ്ചകൾ. അതായത് മലനിരകളും അതേപോലെ തന്നെ തൊട്ടടുത്ത് വെള്ളച്ചാട്ടം. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ചിലപ്പോൾ ആ മുത്തശ്ശിയുടെ അടുത്ത് അസൂയ തോന്നിപ്പോവും, എത്ര ഭംഗിയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വഴിയാണ് എൻട്രൻസ്. അതിൻ്റെ ഇടത് സൈഡിൽ തന്നെ നമുക്ക് കാണാം കുറേ സിമിത്തേരിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ആ എൻട്രൻസിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നുള്ള വ്യൂ. നമുക്ക് കാണാം എത്ര മുകളിൽ നിന്നാണ് നോക്കിയാൽ ആ വെള്ളം താഴത്തേക്ക് ഒഴുകണത്. അപ്പോൾ അത്രയും മുകളിൽ നിന്ന് തന്നെ വെള്ളം താഴത്തേക്ക് ഒഴുകുന്നതുകൊണ്ടും പിന്നെ കാറ്റുള്ളതുകൊണ്ടും വെള്ളമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്, അതായത് പതഞ്ഞ് പൊടി പോലെ ആവിയായിട്ടാണ് താഴത്തേക്ക് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ അടുത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വഴിക്കടെ ഇങ്ങനെ കയറി അങ്ങനെ പോയി അതിൻ്റെ അങ്ങറ്റം വരെ നമുക്ക് എത്താനായിട്ട് പറ്റും. അവിടെ കണ്ടോ കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ലാസ്റ്റ് നമുക്ക് എത്താനായിട്ടുള്ള പോയിന്റ്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ 3 വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ അത് വളരെ കുഞ്ഞിതാണ്. അതെന്തോ എന്താ പറയുക, ഒരു ചുമ്മാ ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ വെള്ളം പൊടിയായിട്ട് ഒഴുകുന്ന നമുക്കിതേ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ലൗട്ടർബ്രുണ്ണൻ ടൗണിലേക്ക് നടക്കുവാണ്. ടൗണിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതേപോലെ ഹോട്ടൽസും എല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് ഹാപ്പനിങ് ഉള്ള ഏരിയ തന്നെയാണ് ഈ ലൗട്ടർബ്രുണ്ണൻ ടൗൺ. കാരണം വെച്ചാൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് ആരും ഒന്ന് വന്ന് താമസിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്വിറ്റ്സർലൻഡിൻ്റെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജായ ലൗട്ടർബ്രുണ്ണൻ വാലിയുടെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇറ്റ്സ് ഓൺ ദ അതർ സൈഡ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പ്രത്യേകം പറയുന്നില്ല ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത മനോഹരമായ വീഡിയോ വരുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു മനോഹരമായ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലോലസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ്. ബൈ.